ഫേസ്ബുക്ക് പ്രണയം. ഫേസ്ബുക്ക് വന്ന കാലം തൊട്ട് ഇന്ന് വരെ നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് ഫേസ്ബുക്ക് പ്രണയം. പലരും ഫേസ്ബുക്കിലൂടെ പ്രണയിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരുണ്ട്, ചിലർ അതിലൂടെ പറ്റിക്കപ്പെട്ടവരുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൗൺസിലിംഗ് കേസാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു കേസ് ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ എൻ്റെ അടുത്ത് വന്നൊരു കൗൺസിലിംഗ് സ്റ്റോറിയാണ്. ഇതിലെ പേരും വിവരങ്ങളും ഒന്നും യഥാർത്ഥമല്ല എന്നത് ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ. നമുക്ക് ഒറിജിനൽ കണ്ടന്റ് ഒക്കെ പുറത്തു വിടാതിരിക്കാൻ കഥയിലെ പല ഭാഗങ്ങളും ഞാൻ മാറ്റിയതാണ്. പക്ഷെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ കേസ് തന്നെയാണിത്. ഈ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് തന്നെ ഐഡന്റിറ്റി ഡിസെപ്ഷൻ പോലെയുള്ള സാമൂഹികവും മാനസികവുമായ വിഷയങ്ങളെപ്പറ്റി എല്ലാവർക്കും ഒരു ബോധവൽക്കരണം തരുന്നതിന് വേണ്ടിയാണ്. ഞാൻ കാർത്തിക വിനോദ്, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ആൻഡ് സൈക്കോളജിക്കൽ കൗൺസിലർ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 25 വയസ്സുള്ള ഒരു യുവതി ഒരിക്കലും എന്നെ കാണാൻ വന്നു. എന്നെ ഒരുപാട് കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് എനിക്കിനി തീരെ പറ്റില്ല, എനിക്ക് എങ്ങനെയെങ്കിലും അടുത്ത് കാണണം എന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു ഞാനൊരു പ്രണയബന്ധത്തിൽ അകപ്പെട്ടു പോയി, ഒരു ഫേസ്ബുക്ക് പ്രണയമാണ്. അങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ കരുതി ഇനി അയാൾ ചതിച്ചു കാണും, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി കാണും, ഇങ്ങനെയൊക്കെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഏറെക്കുറെ കേസുകൾ നമുക്ക് അങ്ങനെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ വരൂ, നമുക്കൊന്ന് സംസാരിക്കാം, എന്താണ് പ്രശ്നം ഞാൻ ഒന്ന് കേൾക്കട്ടെ. അങ്ങനെ പറഞ്ഞ് ആ കുട്ടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അത് എന്നോട് പറഞ്ഞ സ്റ്റോറി ഇതാണ്. ഫേസ്ബുക്കിലൂടെ ഒരു യുവാവുമായിട്ട് പരിചയപ്പെട്ടു. ആ യുവാവിനെ നമുക്ക് മനു എന്ന് വിളിക്കാം, യുവതിയെ നമുക്ക് അഞ്ജലി എന്നും വിളിക്കാം. അഞ്ജലിക്ക് ഒരു ദിവസം ഫേസ്ബുക്കിൽ നിന്ന് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വരികയാണ്. അഞ്ജലി നോക്കിയപ്പം സുന്ദരനായ ഒരു യുവാവ്, കാണാൻ നല്ല ജെന്റിൽമാൻ ലുക്ക്, അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്, ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അഞ്ജലി ഓർത്തു ആക്സെപ്റ്റ് ചെയ്തേക്കാം. ഒരുവിധം കാണാൻ കൊള്ളാവുന്ന ചെറുക്കന്മാരെയൊക്കെ കണ്ടാൽ ആക്സെപ്റ്റ് ചെയ്തൊരു സ്വഭാവമായിരുന്നു അഞ്ജലിയുടേത്. അപ്പം അഞ്ജലി അതിനെ ആക്സെപ്റ്റ് ചെയ്തു. ആക്സെപ്റ്റ് ചെയ്തതും അവിടുന്ന് മെസ്സേജ് വരാൻ തുടങ്ങി. ഹായ്, ഹലോ, എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് അഞ്ജലി അതിനനുസരിച്ച് റിപ്ലൈ ഒക്കെ കൊടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും ചാറ്റിങ് തുടങ്ങി. ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും, ഇങ്ങനെ ഫ്രണ്ട് റിക്വസ്റ്റ് വരാനും മെസ്സേജ് വരാനും ഒക്കെ തുടങ്ങിയാൽ പിന്നെ ആ ഒഴുക്കിൽ അങ്ങ് എല്ലാം അങ്ങ് സംസാരമായിരിക്കും. കാരണം ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ് എല്ലാവർക്കും. അഞ്ജലിയും അങ്ങനെയാണ്. അഞ്ജലിയും ആ യുവാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിങ് തുടങ്ങി. അങ്ങനെ രണ്ടുപേരും എല്ലാ ദിവസവും ചാറ്റിംഗ് ആയി. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും അങ്ങനെ ഡെയിലി അവർ തമ്മിൽ അന്നന്നത്തെ എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യും. അങ്ങനെ അഞ്ജലിക്ക് പതിയെ മനുവിനോട് ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറെ മാസങ്ങളായിട്ട് അവരിങ്ങനെ ഫേസ്ബുക്കിലൂടെ തന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. അഞ്ജലി നന്നായിട്ട് എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അഞ്ജലി ഇങ്ങനെ മനുവിനോട് പറയും, ഞാൻ നന്നായിട്ട് എഴുതും, ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതിയത് കാണിച്ചു തരട്ടെ എന്നൊക്കെ പറയുമ്പോൾ മനു അത് എനിക്ക് അയച്ചു എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും അഞ്ജലി എഴുതിയ ആർട്ടിക്കിളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. മനുവിൻ്റെ അഭിപ്രായം പറയുന്നു. അപ്പോൾ അഞ്ജലിക്ക് മനസ്സിലായി മനു എനിക്ക് നല്ല സപ്പോർട്ടീവാണ്, കാരണം എൻ്റെ ഒരു സ്കില്ലാണ് എഴുതുക എന്നുള്ളത്. അത് നല്ലൊരു സപ്പോർട്ടായിട്ട് മനു എൻ്റെ കൂടെ നിൽപ്പുണ്ട്, എനിക്ക് വേണ്ട സജഷൻസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. മനു കൊള്ളാം, നല്ലൊരാളാണ്, എനിക്ക് ചേരുന്ന ആളാണെന്നൊക്കെ അഞ്ജലി സ്വയം ഇങ്ങനെ വിചാരിക്കുക. മനു ആണെങ്കിലും അവൻ്റെ ജോലി സംബന്ധമായുള്ള കാര്യങ്ങൾ, അവൻ്റെ ദൈനംദിന കാര്യങ്ങൾ ഇതെല്ലാം അഞ്ജലിയായിട്ട് ഷെയർ ചെയ്യും. അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധം നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അഞ്ജലിയുടെ വീട്ടിൽ വിവാഹാലോചനകൾ വരാൻ തുടങ്ങി. ആലോചന വന്നു തുടങ്ങിയപ്പോൾ അഞ്ജലിക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ, ഈ വരുന്ന ആലോചനയൊന്നും അഞ്ജലിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുമില്ല. മാത്രമല്ല അഞ്ജലിക്ക് മനസ്സിലായി ഞാൻ മനുവായിട്ട് പ്രണയത്തിലാണ്. ഈ വരുന്ന ആലോചനകളിൽ എത്ര നല്ല ആലോചന കണ്ടാലും അഞ്ജലിയുടെ മനസ്സിൽ മനു മാത്രമായിരുന്നു. അപ്പം അഞ്ജലി ഓർത്തു മനുവിനോടൊന്ന് ചോദിക്കാം, എന്തായാലും എനിക്ക് ആലോചന വന്നുകൊണ്ടിരിക്കുക, എങ്കിലും മനുവിനോടൊന്ന് ചോദിക്കാം, എന്നെ ഇഷ്ടമാണോ, നമുക്ക് കല്യാണം കഴിച്ചാലോ, അങ്ങനെ ഒന്ന് ചോദിക്കാം. ഇവർ തമ്മിൽ അങ്ങനെ ഒരു ടോക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. രണ്ടുപേരും തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണ്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവ് ആണ്. എങ്കിലും ഇവർക്ക് പരസ്പരം ഒരു ഇഷ്ടം രണ്ടുപേരും തുറന്നു പറഞ്ഞിരുന്നില്ല. അപ്പം അഞ്ജലി ഓർത്തു ഒന്ന് ചോദിച്ചേക്കാം മനുവിനോട്, എന്നെ ഇഷ്ടമാണെന്നൊക്കെ ഒന്ന് ചോദിച്ചേക്കാം എന്ന് കരുതി അഞ്ജലി അന്ന് രാത്രിയിൽ മനുവിന് മെസ്സേജ് അയച്ചു. മനു, എനിക്കിങ്ങനെ കല്യാണാലോചനയൊക്കെ വരുന്നുണ്ട്, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ പരിചയപ്പെട്ടിട്ട് 1 വർഷം ആവുക, നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പം മനു പറഞ്ഞു, ഉടനെ പറ്റില്ല അഞ്ജലി, കാരണം ഞാൻ ഇതുവരെ സെറ്റിൽഡ് അല്ല, എനിക്കൊരു ജോബ് ഉണ്ടെന്നേ ഉള്ളൂ, എനിക്ക് കാര്യമായിട്ടുള്ള സാലറി ഒന്നുമില്ല, പിന്നെ എൻ്റെ വീട് പണിയൊക്കെ കുറച്ചുകൂടെ ഒന്ന് കംപ്ലീറ്റ് ആക്കണം, ഇങ്ങനെയൊക്കെ ഓരോ ഒഴിവ് കഴിവുകൾ മനു പറയുകയാണ്. അപ്പോൾ അഞ്ജലി ഓർത്തു പാവം അവന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടല്ലോ. അങ്ങനെ അഞ്ജലി എന്നിട്ടും അത് നല്ല പോസിറ്റീവ് രീതിയിലാണ് അഞ്ജലി ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ 1 വർഷം ഇവർ തമ്മിൽ ചാറ്റ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടൊന്നുമില്ല. ഒരു ദിവസം അഞ്ജലി തന്നെ അങ്ങോട്ട് ചോദിച്ചു, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ? അപ്പോഴും
ഈ മനു ഒഴിഞ്ഞു മാറുക. മനു പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഈ ഒരു ദിവസം എനിക്ക് വേറെ കുറച്ച് പണികളുണ്ട്, പരിപാടികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് മനു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ദിവസം അഞ്ജലിയുടെ ബർത്ത്ഡേ ആയി. ബർത്ത്ഡേക്ക് വീട്ടിൽ ഭയങ്കര സെലിബ്രേഷൻ, എല്ലാവരും വീട്ടിലേക്ക് വരുന്നു, ഭയങ്കര ആഘോഷം. അപ്പം അഞ്ജലി നല്ല ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് നിൽക്കുക. അഞ്ജലി മനുവിനോട് പറഞ്ഞു, മനു ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുക, നിനക്ക് കാണണ്ടേ ഇവിടുത്തെ ആഘോഷങ്ങളെന്ന്, അപ്പോൾ ആ വീഡിയോ കോൾ ചെയ്യുക, ഞാൻ നിന്നെ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി ഫോൺ ഞെക്കി. അതായത് വീഡിയോ കോളിൻ്റെ കോൾ ബട്ടൺ ഇല്ല, അതിൽ ക്ലിക്ക് ചെയ്തു. മനുവിന് കോൾ ചെന്നു. അത് ചെന്നതും മനു കട്ടാക്കിയതും ഒരുപോലെയായിരുന്നു. എന്നിട്ട് മനു പറഞ്ഞു, ഞാൻ പുറത്ത് അഞ്ജലി, ഇപ്പം എനിക്ക് എടുക്കാൻ സാധിക്കില്ല, ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. അപ്പം അഞ്ജലി ഓർത്തു തിരക്കിലായിരിക്കും, വീണ്ടും ബിസി ആയിരിക്കും എന്നൊക്കെ ഓർത്ത് അഞ്ജലി അത് വിട്ടു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും അഞ്ജലി പറഞ്ഞു, നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഞാൻ ഒന്ന് വീഡിയോ കോൾ ചെയ്യട്ടെ. അഞ്ജലി അങ്ങോട്ടാണ് ചോദിക്കുന്നത്. സാധാരണ പൊതുവെ ബോയ്സ് ഇങ്ങോട്ടാണ് ചോദിക്കുന്നത് വീഡിയോ കോൾ ചെയ്യട്ടെ എന്ന്. പക്ഷേ ഇവിടെ അഞ്ജലി അങ്ങോട്ടാണ് ചോദിച്ചത്, ഞാൻ ഒന്ന് കണ്ടോട്ടെ, വീഡിയോ കോൾ ചെയ്തോട്ടെ. പക്ഷേ എന്ത് ചെയ്താൽ മനു സമ്മതിക്കുന്നില്ല. മനു ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. റേഞ്ച് കുറവാ അഞ്ജലി, അല്ലെങ്കിൽ വൈഫൈ ഇല്ല അഞ്ജലി എന്നൊക്കെ പറഞ്ഞ് മനു ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ കുറേ ദിവസമായി. അതായത് മനു മീറ്റ് ചെയ്യാനും സമ്മതിക്കുന്നില്ല, വീഡിയോ കോളിലും വരുന്നില്ല. ഇങ്ങനെ ആയപ്പോൾ അഞ്ജലിക്ക് കുറച്ച് ഡൗട്ട് തോന്നി. അഞ്ജലി മനുവിൻ്റെ അക്കൗണ്ടൊക്കെ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ ഒരു നോർമൽ അക്കൗണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, ഫോട്ടോസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഫാമിലി ഫോട്ടോസ്, ഫ്രണ്ട്സുമായിട്ട് നിൽക്കുന്ന ഫോട്ടോസ്, അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ കുറേ ഫ്രണ്ട്സ്, ഇഷ്ടം പോലെ ഫോളോവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. അപ്പം അഞ്ജലി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഫോട്ടോസൊക്കെ കണ്ട് ആസ്വദിച്ച് അഞ്ജലി എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഫ്രണ്ട്സൊക്കെ നോക്കിയപ്പോൾ കുറേ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്, ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ഒരു മ്യൂച്വൽ ഫ്രണ്ട്, അതായത് അഞ്ജലിക്ക് പരിചയമുള്ളൊരു ഫ്രണ്ട് മനുവിൻ്റെ ഫ്രണ്ടാണ്. അപ്പം ആ ഫ്രണ്ടിനെ അഞ്ജലി ജസ്റ്റ് മെസ്സേജ് അയച്ചു, ഹായ്, അതൊരു ലേഡി ആയിരുന്നു. അപ്പം ഹായ് ഡി, എന്തുണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിച്ച് അഞ്ജലി അങ്ങോട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ ആ കുട്ടി ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു, സുഖമായിട്ടിരിക്കുന്നൊരു എന്നാ ഉണ്ട്, എന്താ ഇപ്പം പെട്ടെന്ന് മെസ്സേജ് അയച്ചേ, കുറേ നാളായി കണ്ടിട്ടെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവർ തമ്മിലൊരു കാഷ്വൽ ടോക്ക്. അപ്പം അഞ്ജലി ഈ ടോക്കിൻ്റെ ഇടയിൽ അഞ്ജലി ചോദിച്ചു, നിനക്ക് മനുവിനെ അറിയാവോ? ഞാൻ മനുവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പം നിന്നെ കണ്ടത്, മനുവിൻ്റെ ഫ്രണ്ടല്ലേ നീ? അപ്പം ഈ കൂട്ടുകാരി ചോദിച്ചു, ഏത് മനു? അപ്പം അഞ്ജലി ഫുൾ നെയിം പറയാം, മനു മാത്യുവിനെ അറിയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ കൂട്ടുകാരി പെട്ടെന്ന് തന്ന റിപ്ലൈ, മനു മാത്യു ഞങ്ങളുടെ നെയ്ബറാ മനു, നിനക്ക് എങ്ങനെ അറിയാം അഞ്ജലി എന്ന് ചോദിച്ചു. അപ്പം അഞ്ജലി പറഞ്ഞു, ഞങ്ങൾ ഫ്രണ്ട്സാ, ഞങ്ങളെപ്പോഴും ചാറ്റൊക്കെ ചെയ്യും, അങ്ങനെ അവൻ്റെ അക്കൗണ്ടിൽ കയറി ചുമ്മാ നോക്കിയപ്പോഴാണ് നീ അവൻ്റെ ഫ്രണ്ടായിട്ട് കണ്ടത്, അതുകൊണ്ട് ഞാൻ നിനക്ക് വെറുതെ മെസ്സേജ് അയച്ചാന്ന് അഞ്ജലി ഇങ്ങനെ കാഷ്വലായിട്ട് പറയാം. അപ്പം ഈ കൂട്ടുകാരി പറയാണ്, അഞ്ജലി നീ എന്തായി പറയുന്നത്, മനു മരിച്ചിട്ട് മാസങ്ങളായി. കൂട്ടുകാരി പെട്ടെന്ന് പറയുന്നതാണ്, മനു മരിച്ചിട്ട് മാസങ്ങളായി. ഇത് അഞ്ജലിക്ക് ഭയങ്കര പെട്ടെന്നൊരു ഷോക്കിംഗ് ആയി. അഞ്ജലി ചോദിച്ചു, നീ എന്താ ഈ പറയുന്നേ, ഞങ്ങൾ ഇന്ന് രാവിലെയും കൂടെ ചാറ്റ് ചെയ്തതാ, നീ എന്താ ഈ പറയുന്നേ, നീ വേറെ വല്ല ആളുകളെ ആയിരിക്കും ഉദ്ദേശിച്ചത്, നീ അക്കൗണ്ട് നോക്കിയേ, മനു മാത്യു എന്നുള്ള അക്കൗണ്ട് നീ ഒന്ന് നോക്കിയേ. അപ്പം കൂട്ടുകാരി പറഞ്ഞു, അഞ്ജലി നീ പറഞ്ഞ അക്കൗണ്ട് തന്നെ എനിക്ക് മനസ്സിലായി, പക്ഷേ അവൻ ഞങ്ങളുടെ നെയ്ബറുമാണ്, ഏകദേശം ഒരു 1.5 വർഷമായി അവൻ മരിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പം അഞ്ജലിക്ക് ഭയങ്കര ഷോക്കിങ്. അഞ്ജലി എന്താ ചെയ്യേണ്ടത്, എൻ്റെ ചുറ്റിനും എന്താ നടക്കുന്നത് എന്നറിയാൻ മേലത്തൊരു കൺഫ്യൂഷനിലേക്ക് എത്തി. അഞ്ജലി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് അഞ്ജലി അവർ വെറുതെ ഇരുന്നു. ഒന്നും അവൾക്ക് ചിന്തിക്കാനും ഒന്നും പറ്റുന്നില്ല. പിന്നെ എനിക്ക് എത്ര ആൾ മെസ്സേജ് അയച്ച്, മനു മരിച്ചെങ്കിൽ എനിക്ക് എത്രയും മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പം അഞ്ജലി ഇങ്ങനെ ഇരിക്കുന്ന ഈ സമയത്താണ് വീണ്ടും മനുവിൻ്റെ മെസ്സേജ് വരിക. ഹലോ അഞ്ജലി, എന്തെടുക്കുവാന്ന് ചോദിച്ചിട്ട് മനുവിൻ്റെ മെസ്സേജ് പെട്ടെന്ന് വരിക. അപ്പോൾ ഈ മെസ്സഞ്ചറിൽ നിന്ന് ഈ മെസ്സേജ് വരുന്ന ശബ്ദമൊക്കെ കേട്ടപ്പോൾ അഞ്ജലിക്ക് ഭയങ്കര ടെൻഷൻ. അഞ്ജലി നോക്കുമ്പോൾ മനുവിൻ്റെ മെസ്സേജാണ്. അഞ്ജലി അത് റീഡ് പോലും ചെയ്യാതെ അഞ്ജലി ഫോണൊക്കെ മാറ്റി വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അഞ്ജലി കോൺടാക്ട് ചെയ്ത ആ ലേഡി അഞ്ജലിനെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് അഞ്ജലിയോട് പറഞ്ഞു, അഞ്ജലി നിനക്ക് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വല്ലതും വന്നോ? അപ്പം അഞ്ജലി പറഞ്ഞു, വന്നു, എനിക്ക് വന്നെന്ന് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ചാറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് അഞ്ജലി പറഞ്ഞു. അപ്പോൾ ഈ കൂട്ടുകാരി പറഞ്ഞത് അതൊരു ഫേക്ക് ഐ ഡി ആവാൻ ചാൻസ് ഉണ്ട് അഞ്ജലി, കാരണം ആ അക്കൗണ്ടിൽ നിന്നും പണം ആവശ്യപ്പെട്ട് 2-3 പേർക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് ചെന്നിട്ടുണ്ട്, ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അതിനൊരു നടപടി ആയില്ല എന്നാണ് കൂട്ടുകാരി പറയുന്നത്. എന്നിട്ട് ഈ കൂട്ടുകാരി തന്നെ ചോദിക്കുവാണ്, നിന്നോട് പണം എന്തെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും ആ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വന്നതല്ലേ, നീ ഒരിക്കലും പണമൊന്നും അയച്ചു കൊടുക്കല്ലേ അഞ്ജലി എന്ന് കൂട്ടുകാരി അഞ്ജലിയോട് പറയുക. അഞ്ജലി പറഞ്ഞു, ഇല്ല ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ് അഞ്ജലി ഫോൺ കട്ട് ചെയ്തു. പിന്നെ അഞ്ജലിക്ക് ആകെ ടെൻഷനായി. അഞ്ജലി നേരെ മനുവിൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു, ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തു. അഞ്ജലി റൂമിൽ കടന്ന് പൊട്ടിക്കരഞ്ഞു. കാരണം അഞ്ജലിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്താ നടന്നത്. എനിക്കപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് എനിക്ക് ആരാ മെസ്സേജ് അയച്ചത്, 1.5 വർഷമായി ഈ പറയുന്ന മനു മരിച്ചെങ്കിൽ
1.5 വർഷമായി എന്നാണ് കൂട്ടുകാരി പറഞ്ഞത്. 1 വർഷമായി ഈ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മനു അല്ലെങ്കിൽ അത് പിന്നെ ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ അഞ്ജലിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അത് അഞ്ജലിയുടെ ഉറക്കം കളഞ്ഞു. അഞ്ജലിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കത്തിലെല്ലാം ദുസ്വപ്നം കാണുകയാണ്. ആരോടും മിണ്ടാൻ താല്പര്യമില്ല. ഒറ്റയ്ക്കിരിക്കുന്നത് കൂടി കൂട്ടുകാരുമായിട്ടൊന്നും പുറത്തു പോകുന്നില്ല. അഞ്ജലി അങ്ങനെ ആകെ മെലിഞ്ഞ് ഒട്ടി അവളുടെ കോലമേ വല്ലാണ്ടായിപ്പോയി. ഇത് കണ്ട വീട്ടുകാരെല്ലാം അഞ്ജലിയുടെ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങി. നീ എന്താ ഈയിടെയായിട്ട് ഇങ്ങനെ ആയിപ്പോയത്? നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് വിവാഹാലോചന ഒന്നും ഇപ്പൊ താല്പര്യമില്ലേ? വീട്ടുകാർ അതാണ് ചിന്തിക്കുന്നത്. കാരണം കല്യാണാലോചന കൂടെ വരുന്നുണ്ടേ. അപ്പൊ ഇപ്പൊ കല്യാണത്തിന് നിർബന്ധിക്കുന്ന അഞ്ജലിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്നൊക്കെയാണ് വീട്ടുകാർ ചോദിക്കുന്നത്. അപ്പൊ അഞ്ജലി അതിനൊന്നും ഒരു ഉത്തരം പറയുന്നില്ല. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ ടേം, ദാറ്റ് ഈസ് ഐഡന്റിറ്റി ഡിസെപ്ഷൻ. ഐഡന്റിറ്റി ഡിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ഒരാൾ സ്വന്തം പേരും വ്യക്തിത്വവും എല്ലാം മറച്ചു വെച്ച് ഒരു ഫേക്ക് ഐഡിയായി നിലനിൽക്കുന്നതിനെയാണ് ഐഡന്റിറ്റി ഡിസെപ്ഷൻ എന്ന് പറയുന്നത്. അതായത് അയാൾ മറ്റൊരാളായി സ്വയം അവതരിക്കുക ചെയ്യുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ കൂടുതലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും സോഷ്യൽ മീഡിയ എന്തുമായിക്കോട്ടെ, ഫേക്ക് ഐഡികൾ ഒരുപാടാണ്. ഇതിന് പറയുന്നതാണ് ഐഡന്റിറ്റി ഡിസെപ്ഷൻ. അപ്പൊ ഇവിടെ മരിച്ച ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ കയറി ആളുകൾക്ക് മെസ്സേജ് അയക്കുകയും പണം ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നത് മറ്റൊരാളാണ്. ഇതൊരു ഫേക്ക് വ്യക്തിത്വമാണ്. അതിലാണ് അഞ്ജലി പെട്ടുപോയത്. അങ്ങനെ ഈ ഒരു ട്രാപ്പിൽ പെട്ട് ഊണും ഉറക്കവും എല്ലാം നഷ്ടപ്പെട്ടാണ് അഞ്ജലി എൻ്റെ അടുത്തേക്ക് വരുന്നത്. അഞ്ജലി ഈ സ്റ്റോറി എല്ലാം പറഞ്ഞതിന് ശേഷം അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനിനി എന്ത് ചെയ്യും? എൻ്റെ ജീവിതം പോയില്ലേ, എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ കുറേ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാനപ്പോൾ അഞ്ജലിയോട് ചോദിച്ചു, അഞ്ജലി, ഇപ്പോൾ അഞ്ജലിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന എന്താ? അയാൾ മരിച്ചു പോയെന്ന സത്യമാണോ, അതോ അയാളുടെ പേരിൽ മറ്റൊരാളാണ് അഞ്ജലിയോട് ചാറ്റ് ചെയ്തിരുന്നത്, അയാൾ പോയി എന്ന സത്യമാണോ? അപ്പോൾ അഞ്ജലി കുറച്ച് ചിന്തിച്ചു. കുറച്ചു നേരം അഞ്ജലി ചിന്തിച്ചിരുന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് രണ്ടുമല്ല. എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് ആ മെസ്സേജുകളിൽ നിന്നും ഞാൻ മനസ്സിൽ കണ്ട ഒരു രൂപമുണ്ടായിരുന്നു. ഒരു രൂപവും ആ ഒരു അറ്റാച്ച്മെന്റും അതെനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നൊരു വിഷമമാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത് എന്നാണ് അഞ്ജലി എന്നോട് പറഞ്ഞ ഉത്തരം. പിന്നെ അഞ്ജലി എന്നോട് ചോദിച്ചത്, എനിക്ക് ഇനി ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ മാഡം? ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ വിശ്വസിച്ചു പോയി. അതുകൊണ്ടാണ് ഞാനിന്ന് ചതിക്കപ്പെട്ടിരിക്കുന്നത്. എനിക്ക് ഇനി ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, അഞ്ജലി, വിശ്വസിക്കുന്നതിനൊന്നും ഒരു കുഴപ്പവുമില്ല. ആളുകളെ വിശ്വസിക്കാം, പക്ഷേ അതിൽ ബൗണ്ടറീസ് വേണം, അതിരുകൾ വേണം. ആളുകൾ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം അവരെ പൂർണ്ണമായി വിശ്വസിക്കാൻ. എല്ലാ മനുഷ്യരോടും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് പെരുമാറിയാൽ പിന്നീട് വിഷമിക്കേണ്ടി വരില്ല അഞ്ജലി എന്നൊക്കെ ഞാൻ അവളോട് കുറച്ച് പറഞ്ഞു. റിയാലിറ്റി ഇതാണ് എന്നത് അവളെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു എൻ്റെ മുമ്പിലത്തെ ഒരു മെയിൻ കാര്യം. അത് കുറച്ച് സംസാരത്തിലൂടെയും കുറേ നേരത്തെ ഉള്ള ഇൻട്രാക്ഷനിലൂടെയും ഒക്കെ എനിക്കത് സാധിച്ചു. അപ്പം റിയാലിറ്റി ഇതാണ് എന്നത് അഞ്ജലി ആക്സെപ്റ്റ് ചെയ്തു, മനസ്സിലാക്കി. പിന്നെ അവൾക്ക് കുറച്ച് സെഷൻസ് ഒക്കെ വേണ്ടി വന്നു. കാരണം അവളുടെ ചിന്തകളൊക്കെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാനും ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അറിയാനും പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും കുറച്ച് സെഷനുകളൊക്കെ വേണ്ടി വന്നു അഞ്ജലിക്ക്. പക്ഷെ അതിനുശേഷം അഞ്ജലി കുഴപ്പമൊന്നുമില്ല. അവൾ ആ റിയാലിറ്റിയൊക്കെ ആക്സെപ്റ്റ് ചെയ്തു, നന്നായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇവിടെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഇങ്ങനെ കുറേ അഞ്ജലിമാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്, ഒത്തിരി പേരുണ്ട്. എൻ്റെ പരിചയത്തിൽ തന്നെ ഉള്ളവരുണ്ട്. എതിരെ നിൽക്കുന്ന ആരാണെന്ന് അറിയാതെ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സോഷ്യൽ മീഡിയയുടെ പുറകിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അക്കൗണ്ട് യഥാർത്ഥമായിരിക്കാം, അതിലെ ഫോട്ടോ യഥാർത്ഥമായിരിക്കാം, അതിലെ പേര് യഥാർത്ഥമായിരിക്കാം, പക്ഷെ പുറകിലത്തെ വ്യക്തി യഥാർത്ഥമാവണമെന്നില്ല. കാരണം ഇതെല്ലാം ഒരു ഇൻഡയറക്റ്റ് കണക്ഷനാണ്. നമ്മൾ നേരിട്ട് കാണുന്ന ഒന്നുമല്ല. ഇതെല്ലാം ഒരു ക്യാമറയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ പുറകിൽ നടക്കുന്ന കാര്യങ്ങളാണ്, ഒരു വിരൽത്തുമ്പിലൂടെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും ഈ പറയുന്ന വ്യക്തി, അക്കൗണ്ടിലെ വ്യക്തി ഒന്നും യഥാർത്ഥമാവണമെന്നില്ല. പല ഫേക്ക് ഐഡികളിൽ നിന്നും ഒക്കെ മെസ്സേജൊക്കെ വരും. ഈ കാര്യം പറയുമ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു കേസും കൂടെ ഞാൻ ചിന്തിച്ചു പോവാണ്. അതും കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എൻ്റെ അടുത്ത് വന്നത് ആ സമയത്ത്. അപ്പോൾ ഹസ്ബൻഡ് വൈഫിനെ പറ്റി പറയാണ്, ഇവള് കല്യാണത്തിന് മുമ്പ് എന്നോട് ഭയങ്കര സ്നേഹവും എപ്പോഴും ചാറ്റിങ്ങും സ്നേഹവും ഒക്കെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇവൾ എന്നോട് അങ്ങനെ മിണ്ടാറില്ല. ഇവള് വീട്ടിലെ കാര്യങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പാണ്. കല്യാണത്തിന് മുമ്പത്തെ ഇവൾക്ക് എന്നോടുള്ള കെയറിങ് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഭയങ്കര ഭാഗ്യവാനാണല്ലോ, ഇവൾക്ക് എന്നോട് എന്ത് സ്നേഹമാണെന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾക്ക് എന്നോട് ആ സ്നേഹം ഇല്ല. എന്ത് പറ്റുന്ന അവളോട് തന്നെ മാഡം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി താന്ന് പറഞ്ഞു. അപ്പം ഹസ്ബൻഡിൻ്റെ ആവശ്യം കണ്ട് ഞാൻ ഈ വൈഫിനെ ഇരുത്തി ഞാൻ ചോദിച്ചു,
അപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞത്, മാഡം എനിക്കൊരു അബദ്ധം പറ്റി, കല്യാണം ഉറപ്പിച്ച സമയം ഞങ്ങൾ ചാറ്റ് ചെയ്യുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പൊതുവേ ഒരു ഗ്ലൂമി ക്യാരക്ടറാണ്. ഞാൻ അങ്ങനെ അധികം ആരോടും മിണ്ടത്തില്ല. എനിക്ക് ആളുകളോട് നല്ല രീതിയിൽ സംസാരിക്കാനൊന്നും അറിയില്ല. അപ്പം ഞാൻ ആദ്യമൊക്കെ ഇദ്ദേഹത്തോട് ചാറ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹം ഞാനുമായിട്ട് വഴക്ക് പിടിക്കുമായിരുന്നു. അത് എൻ്റെ തെറ്റാണ്, കാരണം എനിക്ക് നന്നായി പെരുമാറാൻ അറിയില്ല. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങളുടെ ഈ ചാറ്റിങ് കാണാറുണ്ടായിരുന്നു. അവൾ എന്നോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ, നിനക്കറിയില്ലേ ഒരു ചെക്കനോട് എങ്ങനെ പെരുമാറണമെന്ന് നിനക്കറിയില്ലേ, നീ ആ ഫോണിൽ നിന്ന് ഞാൻ ചാറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടാണ് ഞാനായിട്ട് എൻ്റെ ഹസ്ബൻഡുമായിട്ട് ചാറ്റ് ചെയ്തിരുന്നത്. അതായത് എൻ്റെ ഹസ്ബൻഡ് കരുതിയത് ഞാനാണ് എൻ്റെ ഹസ്ബൻഡുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് എന്നാണ്. ശരിക്കും ഞാനല്ലായിരുന്നു, എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ഹസ്ബൻഡുമായിട്ട് ചാറ്റ് ചെയ്തിരുന്നത്. അപ്പം അവൾ ചാറ്റ് ചെയ്യുന്ന വഴി എനിക്ക് കിട്ടിയ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് കൂടുതൽ സ്നേഹത്തോടെ ഇങ്ങോട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ രീതിയിൽ കല്യാണത്തിന് ശേഷം മുന്നോട്ട് പോയാലും ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പോകും എന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരി വേറെ വഴിക്ക് പോയി. ഞാൻ വിചാരിച്ച പോലെ ഒന്നും പ്രാക്ടിക്കലായില്ല. അങ്ങനെ ഇദ്ദേഹത്തിന് എന്നോട് സ്നേഹത്തോട് പെരുമാറാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ സ്വഭാവം ഇതായിരുന്നു. പക്ഷേ എൻ്റെ കൂട്ടുകാരുടെ സ്വഭാവം മറ്റൊന്നായിരുന്നു. ഇതെനിക്ക് ഹസ്ബൻഡിനോട് പറയാൻ മടിയാണ് ഈ ഒരു സംഭവം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെയും ഒരർത്ഥത്തിൽ ഐഡന്റിറ്റി ഡിസെപ്ഷനാണ് വന്നിരിക്കുന്നത്. ഹസ്ബൻഡാണ് ഇവിടെ ചെറുതായിട്ടൊന്ന് ചീറ്റ് ചെയ്യപ്പെട്ടത്. കാരണം അദ്ദേഹത്തിന്റെ ഭാവി വധുവായിരിക്കും എന്ന് കരുതി ചാറ്റ് ചെയ്തിരുന്നത് അവളുടെ ഫ്രണ്ടിനോടാണ്. അപ്പോൾ ഈ വധുവും ഫ്രണ്ടും കൂടെയാണ് ഹസ്ബൻഡിനെ പറ്റിച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ കേസുകളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് ഈ അഞ്ജലിയുടെ കേസ് തോന്നിയത്. കാരണം ആ കുട്ടി ഒരുപാട് തകർന്ന് എൻ്റെ അടുത്തേക്ക് വന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. അത് പുരുഷനായാലും സ്ത്രീയായാലും നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ഇപ്പോഴും മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉണ്ട്. സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ പരിചയപ്പെട്ട ഫ്രണ്ട്സ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ ചാറ്റിങ്ങും മെസ്സേജും ഒക്കെ കാണുമായിരിക്കും. പക്ഷേ ആ വ്യക്തി അതേ വ്യക്തിയാണ് എന്ന് തന്നെ ഉറപ്പുവരുത്തുക. അങ്ങനെ ചതിക്കപ്പെട്ട ഒരുപാട് വീട്ടമ്മമാരും ചേച്ചിമാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് യുവാക്കന്മാരുണ്ട്. ആ ഒരു ഗണത്തിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കുക. നിങ്ങൾ അവെയർ ആയിരിക്കുക. ഇത് നിങ്ങൾ ഇൻഡയറക്റ്റ് കാണുന്ന ഒരു കാര്യമല്ല ശരിക്കും യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇനി ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ ഫേക്ക് ഐഡികൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ദയവായി അത് ഡിലീറ്റ് ചെയ്യുക. കാരണം നിയമപരമായി അത് വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെ നിർബന്ധിപ്പിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിക്കാനൊന്നും ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങളത് സ്വയം മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. കാരണം എന്തിന് സ്വന്തം വ്യക്തിത്വം മറച്ചു വെച്ച് മെസ്സേജ് അയക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പല ഉദ്ദേശങ്ങളും കാണും, അതിൽ വീണു പോകാനും ആളുകളുണ്ട്. സോ ദയവായി ആരെയും പറ്റിക്കാതിരിക്കുക, ചതിക്കാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസ് ഇനിയും വന്നുകൊണ്ടേയിരിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.